पागल 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 मैं वृंदावन का पागल मैं राधिका हूँ पागल मैं वृंदावन का पागल लाइक करना शेयर करना मैं पागल हूँ वृंदावन से ഓ സൂപ്പർ, താങ്ക് യു. ഇവിടെയാണ് ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലം. നമുക്ക് ഇവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിയും പിന്നെ കംസൻ്റെ തടവറയും പിന്നെ വൃന്ദാവൻ കാ പാകലും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജുഗൽ കിഷോർജി നിങ്ങളെവിടെയാണ്? ഈ ഗൂഗിൾ മാപ്പ് അമ്മച്ചി എന്നെ കുറേ നേരം കൊണ്ട് പറ്റിക്കണം. അങ്ങനെ ഞാൻ നടത്തം തുടരുകയാണ്. ജുഗൽ കിഷോർജിയുടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് ഗൂഗിളിൽ കാണിച്ചു. അപ്പം ഞാനത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള നടത്തത്തിലാണ്. ആരുമില്ല, നല്ല വിജനമായ ഒരു തെരുവ്, രണ്ട് സൈഡിലും ഒരുപാട് വീടുകൾ. ഇതാണ് കറക്റ്റ് പറഞ്ഞ ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ വാരണാസിയിലെ ആൾക്കാർ താമസിക്കുന്ന വീടുകൾ. തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ വാരണാസി എന്ന് പറയുന്നത്. ഒരു സെൻറ്റിമീറ്റർ സ്ഥലം പോലും വേക്കൻ്റ് ആയിട്ടില്ല. എല്ലായിടത്തും ബിൽഡിങ്ങും കാര്യങ്ങളും ആണ്. ഗൂഗിളിൽ കാണിക്കുന്നത് ഇത് ഭയങ്കര പ്രശസ്തമായ ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞിട്ടാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സ്ഥലം ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. പക്ഷേ ഇവിടെ ക്ഷേത്രം ഉള്ളതായിട്ടൊന്നും അറിയാൻ വയ്യ. ഞാനങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ അടുത്തൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. ജുഗൽ കിഷോർജി, ഹലോ ബൈ. ജുഗൽ കിഷോർജി टेम्पल, टेम्पल मंदिर, मंदिर है कोई मंदिर है? जुगल किशोर जी का मंदिर नहीं. ഇവരങ്ങനെ ഒരു മന്ദിരെ കണ്ടിട്ടില്ലെന്നോ. അപ്പോൾ ഇത് എന്ത് മന്ദിരാണ്? ഞാൻ പിന്നെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓ, ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഇതാണ് നൈസ് ടെമ്പിൾ. സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് പോലും അറിയത്തില്ല കേട്ടോ എവിടെയൊക്കെയാണ് ഇവിടെ ടെമ്പിൾ ഉള്ളതെന്ന്. കാരണം അത്രയും മാത്രം ടെമ്പിൾസ് ഉണ്ട്. പക്ഷേ ഇത് അടച്ചൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട്, വളരെ മനോഹരമായ ഒരു ടെമ്പിളാണ്. അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് ഞാൻ വെളിയിലോട്ടിറങ്ങി. അപ്പോഴാണ് ഒരു അടിപൊളി ഒരു മനുഷ്യനെ ഞാൻ കണ്ടത്. എന്നെ കാത്തു നിൽക്കും പോലെ വഴിയിൽ നിന്ന് ഹായ് എന്ന് വിളിച്ചു. ഞാൻ ഷൂട്ട് ചെയ്തിങ്ങനെ പോകുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പാട്ട് തുടങ്ങി. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പുള്ളിക്കാരനെ തന്നെ പറയുന്നത് വൃന്ദാവനത്തിലെ പാകലെന്നാണ്. പുള്ളിക്കാരൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പിന്നെ പോയി, എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ആ പാട്ടം കേട്ട് കുറച്ച് നേരം കിളി പറഞ്ഞു നിന്നു. दिल मेरा ले गए मुरली वाले चैन मेरा ले गए मुरली वाले राधा के प्यारे 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 पागल दीवाना मैं तेरा प्यारे. സൂപ്പർ. दिल मेरा ले गया काला कौआ दिल मेरा ले गया शाना कौआ वृंदावन का मैं काला कौआ राधे का मैं हूँ प्यारा कौआ मीठी वाणी मैं बोलूं कौआ वृंदावन में मैं रहता कौआ. വാവ്, സൂപ്പർ. जय राम. ജയ് രാധ. हम वृंदावन के पागल राधा मीरा वाला देखो नाचना चाहेंगे वृंदावन के पागल देखो धूम मचाएंगे ताता तैया नाचना चाहेंगे वृंदावन के पागल देखो धूम मचा देंगे. पागल 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 मैं वृंदावन का पागल मैं राधिका हूँ पागल मैं वृंदावन का पागल मैं वृंदावन का पागल देखो नाचना चाहेंगे मेरे जीवन में देखो तुमको राज दिखाएंगे यमुना जी पे जाके देखो नाचना चाह देंगे वृंदावन के पागल देखो धूम मचा देंगे. पागल 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 मैं वृंदावन का पागल मैं राधिका हूँ पागल मैं वृंदावन का पागल. लाइक करना शेयर करना मैं पागल हूँ वृंदावन से. ഓ സൂപ്പർ, താങ്ക് യു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എങ്ങോട്ട് പോയി എങ്ങോട്ട് വന്നു ഒരു പിടുത്തമില്ല. പുള്ളിക്കാരൻ പാട്ട് പാടി നേരെ അങ്ങ് പോയി. അങ്ങനെ ഞാൻ യമുനയുടെ തീരത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഷോപ്സൊക്കെ ഓണായിട്ടുണ്ട്. അപ്പോൾ
ഞാനെല്ലാം ഗൂഗിൾ മാപ്പ് നോക്കി കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഗൂഗിൾ മാപ്പ് കാരണം നമുക്ക് വേറെ ആരുടെയും ചോദിക്കാതെ തന്നെ അവിടുത്തെ മെയിനായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും ഒക്കെ പറ്റും. അങ്ങനെ കുറേ ഫിക്സ് ഡയറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വൈകിട്ട് ഇവിടെ ആരതി നടക്കുന്ന സ്ഥലമാണ്. വൈകിട്ടാകുമ്പോൾ ഫുൾ ഓണാവുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ യമുന ആരതി നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി. വളരെ മനോഹരമായ യമുനയുടെ തീരം. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയാസും ഒന്നും ഇല്ല കേട്ടോ. എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയെന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഏകദേശം നമ്മൾ രാവിലെ കണ്ട ആ ഒരു ഇതാണ്. എനിക്കിനി വലിയ സമയമില്ല കേട്ടോ. ഏകദേശം 8 മണി 9 മണി ആ ടൈമായി. ഞാൻ അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ഈ വാരണാസിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഘട്ടുകളുടെയൊക്കെ അടുത്തായിട്ട് ഓരോ വലിയ സംഭവങ്ങൾ ബിൽഡിങ്സ് കെട്ടി വയ്ക്കത്തില്ല, അതേപോലത്തെ ഒരു ബിൽഡിങ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ പോയി. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ വെച്ച് ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ ചില ഹിന്ദി സിനിമകളുടെ പാട്ടുകളൊക്കെ ഇവിടെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പാട്ടുകൾ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാനും കണ്ടിട്ടുണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. തികച്ചും അൺഎക്സ്പെക്റ്റഡായിട്ട് ഞാൻ ഇവിടെ എത്തിച്ചേരാനും കാണാനും പറ്റി. പിന്നെ ഇവിടെ യമുനാരതി നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ യമുന നദി എന്ന് പറയുമ്പോൾ യമുനോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് ഹരിദ്വാർ വഴിയൊക്കെ ഇവിടെ എത്തുന്ന ഒരു നദിയാണ്. രാവിലെ ആയതുകൊണ്ടാകണം വലിയ തിരക്കൊന്നും കണ്ടില്ല. പിന്നെ കുറച്ച് പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാനിനി പോകാൻ പോകുന്ന മുകളിൽ എല്ലാവരും കയറി നിൽക്കുന്നില്ലേ, അങ്ങോട്ടാണ്. അവിടെ കയറുന്നത് നല്ലൊരു രസമാണ് കേട്ടോ. അത് എനിക്കൊന്നും അവിടെ ആയിരിക്കാം ഈ യമുന ആരതി, ഈ പൂജാരിമാരൊക്കെ നിന്ന് യമുന ആരതി നടത്തുന്ന സ്ഥലം. ഈ എല്ലാ ഇതേപോലെ കെട്ടി വച്ചിരിക്കുന്നിടത്തും പൂജാരിമാർ കയറി നിന്ന് ഇതുപോലെ ആരതി നടത്തുമായിരിക്കാം, എനിക്കറിയത്തില്ല. അങ്ങനെയാണ് തോന്നുന്നത്. വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. മുകളിലോട്ട് കയറി ഞാൻ നേരെ യമുനയിലോട്ട് നോക്കി. ഫീലെന്ന് പറഞ്ഞാൽ യമുന ഒരു രക്ഷയില്ലാത്തൊരു നദി കേട്ടോ. എപ്പോഴെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടെയാണ് ഒരു ക്ഷേത്രമുള്ളത്. ഇത് ഹനുമാൻ്റെ ബജരംഗ ബലിയുടെ ക്ഷേത്രമാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ കുറച്ച് മുന്നിലോട്ട് നടന്നു. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്ന് നോ ഐഡിയ കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ട് പോയതല്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂ, എൻ്റെ പൊന്നോ. വാവ്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഒരാളെടുത്ത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരക്കി. ഹർദിൻ डेली शाम को यहाँ पे यमुना जी की आरती होती है। बहुत ही अच्छा है. ഇതിൻ്റെ പേരാണ് കേശി ഘാട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ബിൽഡിങ്ങും കാര്യങ്ങളും ഭയങ്കര രസമാണ്. അത് അവിടെ സെൽഫി എന്താണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അയ്യോ അതിൽ ഭയങ്കര എന്താണ് നഷ്ടമായി പോയി. ഒരു ഇടിവെട്ട് സെൽഫി സ്പോട്ടാണ് കേട്ടോ ഇത്. നന്നായിട്ട് ക്യാമറ വർക്കൊക്കെ അറിയാമെന്നുള്ളവർക്ക് ഇത് തകർക്കാൻ പറ്റും. അമ്മാതിരി സ്പോട്ടാണ്. ശ്രീ യമുന ദേവിയുടെ ഒരു ക്ഷേത്രം കണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ, ഭക്തജനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കയറി തൊഴുതു, അങ്ങ് ഇറങ്ങി. പിന്നെ ഞാൻ നടത്തം തുടർന്നു. ഇവിടെ നിന്ന് ഞാനൊരു ഓട്ടോ പിടിച്ച് നേരെ ഇനി ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ നിന്ന് ലഗേജെല്ലാം എടുത്ത് നേരെ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല മധുരയിൽ പോകണോ വേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഓട്ടോയ്ക്കായത് 80 രൂപയാണ്. ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ യാത്ര തുടർന്നു. ഇതാണ് വഴികൾ കേട്ടോ, ചെറിയ വഴികളാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു 500 വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്സാണ് ഇവിടെ ഉള്ളത്. 500 അതിലധികമോ ഒക്കെ പഴക്കമുള്ള ബിൽഡിങ്സ്.
അത്രയ്ക്ക് പുരാതനമായ ബിൽഡിങ്സാണ്. നമ്മളെ നാട്ടിലൊന്നും ഇതേപോലെയുള്ള വഴിയോരങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ രംഗനാഥ മന്ദിർ കഴിഞ്ഞു, അവിടെ ഒന്നും കയറാനുള്ള സമയമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഉഷ്ണകാലത്ത് ഒരു ടൈമിങ്ങും തുറക്കുന്ന ടൈം വേറെയും, ശൈത്യകാലത്ത് മറ്റൊരു ടൈമിങ്ങുമാണ്. അത് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക. കാരണം ചൂട് കാലത്തുള്ളത് പോലത്തെ ടൈമിംഗ് ആയിരിക്കത്തില്ല തണുപ്പ് കാലത്ത്. നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ മിക്ക അമ്പലങ്ങളിലും വ്യത്യാസമുണ്ട്. ഇവിടെ പിന്നെ മിക്ക വണ്ടികൾക്കും നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇലക്ട്രിക് വണ്ടിക്ക് മിക്കതിനും നമ്പർ പ്ലേറ്റേ ഇല്ല. അതോ അങ്ങനെ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തി. ഇതാണ് ഇവിടുത്തെ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ച. ഞാൻ റൂമിലെത്തി, ഹോട്ടലിലെത്തി, റൂം ഉടനെ എത്തി. ഇതാണ് ഞാൻ ഇന്നലെയൊക്കെ താമസിച്ചിരുന്ന ഹോട്ടൽ. അങ്ങനെ ഞാൻ മധുരയിലെ വൃന്ദാവനിലെ എൻ്റെ റൂമിനോട് വിട പറയുകയാണ്. നല്ല റൂമായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ദിവസം താമസിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് റൂം ഇതായിരുന്നു. എൻ്റെ ലൈറ്റുകൾ. മധുരയോട് തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. വൃത്തി അതുകൊണ്ടൊന്നുമല്ല, ഒരു സ്പിരിച്വൽ സംഭവം, ആഘോഷങ്ങളാണ്. ടെമ്പിളിലായാലും എല്ലായിടത്തായാലും പ്ലസൻ്റാണ് സംഭവം. നല്ല രസമാണ്. എന്തായാലും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരിക്കൽ കൂടെ വരണം. ഞാനങ്ങനെ ഒരു ബസ്സിൽ കയറിയിട്ട് ഞാനിനി പോകാൻ ഉദ്ദേശിക്കുന്നത് മധുര മ്യൂസിയത്തിലേക്കാണ്. ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ ഒരുപാട് പുരാതനമായ സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ ബസ് ഫുള്ളായിട്ട് പോകത്തില്ല. കൃഷ്ണൻ്റെ ജന്മഭൂമി വരെ പോകത്തുള്ളൂ. അപ്പം ശരി, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും വണ്ടി പിടിച്ച് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വന്നിറങ്ങി. എൻ്റെ മൈൻഡിൽ ഇങ്ങനൊരു സ്ഥലമില്ല, എൻ്റെ ചിന്തകളിൽ ഇങ്ങനൊരു സ്ഥലമില്ല. പക്ഷേ ഞാൻ അവിടെ വന്ന് ഇറങ്ങി, ഞാൻ ശരിക്കും എന്നെ ആരൊക്കെയോ കൊണ്ടുപോകുന്നത് പോലെ ഒരു ഫീൽ. എന്നെ അങ്ങോട്ട് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ഒരു ജന്മഭൂമി ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് എന്താണ് അങ്ങനെ ഒരു ക്ഷേത്രമുണ്ടെന്നോ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കൊന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന 99% പേർക്കും അറിയാൻ ചാൻസ് ഇല്ല ശ്രീകൃഷ്ണൻ ജനിച്ച ആ സ്ഥലം, കൃഷ്ണ ജന്മഭൂമി എന്ന് പറയുന്ന സ്ഥലമുണ്ടെന്ന്. കൃഷ്ണൻ, അതായത് കംസൻ്റെ തടവറ, അതാണ് ശ്രീകൃഷ്ണ ജന്മഭൂമിയായിട്ട് പറയുന്നത്. കൃഷ്ണൻ ജനിച്ചത് കംസൻ്റെ തടവറയിലായിരുന്നല്ലോ. അവിടെ നിന്ന് വസുദേവർ ഒരു കുട്ടയിൽ ചുമന്നാണല്ലോ യമുനാ നദി കടന്ന് വൃന്ദാവനിലേക്ക്, അതായത് ഗോകുലത്തിലേക്ക് കൃഷ്ണനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. അപ്പോൾ ആ സ്ഥലത്തിലാണ് ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് കംസൻ്റെ ജയിൽ, തടവറ, അതായത് കൃഷ്ണ ജന്മഭൂമി. സത്യം പറഞ്ഞ് എന്നെ ആരോ കൊണ്ടുപോവുകയാണ്. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. എൻ്റെ ഒരു ചിന്തയിലും ഈ സ്ഥലമില്ല. ഞാനിവിടെ വന്ന് പെട്ടതാണ്. എന്നെ ദൈവമെന്നോ പ്രകൃതിയെന്നോ അല്ലെങ്കിൽ വേറെ എന്ത് വേണോ പറയാം. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിപ്പോയി ഞാനിവിടെ എത്തിയത് എങ്ങനെയെന്ന് പോലും എനിക്ക് ഞാനിപ്പോൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പോലും എനിക്ക് നോ ഐഡിയ. ഒരു അത്ഭുതമെന്നല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു കാരണത്താൽ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് ആരൊക്കെയോ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടവും, അതാണ് സത്യവും. മധുരയിലും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, പക്ഷേ എനിക്ക് തീരെ സമയമില്ല. ഞാൻ എപ്പോഴെങ്കിലും ഇനി ഒരിക്കൽ കൂടി ഞാൻ മധുരയിൽ വരും. ഇതെല്ലാം എനിക്ക് കാണണം. ഒരിക്കൽ കൂടി ഞാൻ വന്ന് കാണും. ഇതാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിയിലേക്ക് പോകുമ്പോൾ 2 വശത്തും നല്ല തിരക്കാണ്, കടകളാണ്. പക്ഷേ ഞാനിങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ട് നടന്നുകൊണ്ടിരുന്നു. ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമി ഉണ്ടെന്നോ എനിക്ക് നോ ഐഡിയ ആയിരുന്നു. എനിക്കൊന്നും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 99% പേർക്കും ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം നമ്മുടെ ഒന്നും ആരാധനകളിൽ ശ്രീകൃഷ്ണൻ ഉണ്ടെങ്കിലും ശ്രീകൃഷ്ണൻ്റെ കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക്, അതായത് മലയാളികൾക്ക് കൂടുതലായിട്ട് അറിയാൻ വഴിയില്ല. ഇതാണ് ശ്രീകൃഷ്ണൻ്റെ കംസൻ്റെ ജയിലിലേക്കുള്ള കവാടം. പക്ഷേ ഇവിടെ ഒരു ലോക്കർ റൂമുണ്ട്. ഞാൻ ആദ്യം
ഇതിൻ്റെ നേരെ ഇടതുവശത്ത് കാണുന്നത് സ്ത്രീകളുടെ ലോക്കർ റൂമാണ്, വലതുവശത്താണ് പുരുഷന്മാരുടെ ലോക്കർ റൂം. ഇത് സ്ത്രീകളുടെ ലോക്കർ റൂമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ലൊരു ഭണ്ഡാരം പോലത്തെ ഒരു ബാഗുണ്ട്. അപ്പോൾ ഞാൻ അതെവിടെയെങ്കിലും കൊണ്ടേൽപ്പിക്കണം. മൊബൈൽ അലൗഡ് അല്ല, അതുകൊണ്ട് ഷൂട്ടിങ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ ബാഗ് സൂക്ഷിച്ച സ്ഥലം. ഏകദേശം 10 രൂപ ആ റേഞ്ചായിട്ടാണ് ബാഗ് സൂക്ഷിക്കുന്നതിന്. അങ്ങനെ ഞാൻ മൊബൈലുമായി ഉള്ളിൽ കയറാനല്ല. നമ്മുടെ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലം, അതായത് കംസൻ്റെ തടവറ, അതായത് ശ്രീകൃഷ്ണൻ ആദ്യമായി പിറന്നു വീണ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിന് അതിൻ്റേതായ പ്രാധാന്യവും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ഒരു കാരാഗ്രഹമുണ്ട്. ഒരു കാരാഗ്രഹമല്ല അവിടെ ഉള്ളത്, ഒരു 10, 15, 20 കാരാഗ്രഹങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഒരു അറയിലായിരുന്നു ഈ വസുദേവരെയും ഭാര്യയെയും താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ബാക്കി അതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നമ്മുടെ രാധയുടെ ക്ഷേത്രമുണ്ട്, രാധാകൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട്. ഇപ്പോൾ ആ ജയിൽ അറ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം പോലെയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. കറക്റ്റ് ആ ഒരു കാരാഗ്രഹം തന്നെയാണ്. ആ ഒരു ശ്രീകൃഷ്ണൻ പിറന്നു വീഴുന്നു എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ചെറിയ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ 3 സ്ഥലത്തും, അതായത് വാരണാസി, അയോധ്യ, പിന്നെ ശ്രീകൃഷ്ണ ജന്മഭൂമി, ഈ 3ഇടത്തും കണ്ട ഒരേ ഒരു കോമൺ സാധനം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പ്രത്യേകിച്ച് മലയാളികൾ സ്കൂളുകൾ പഠിക്കുന്ന ചരിത്രം മൊത്തം തെറ്റാട്ടോ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാനിവിടെയൊക്കെ നടന്ന് കണ്ട് അനുഭവസ്ഥൻ എന്ന നിലയ്ക്ക് ഞാൻ സത്യമായ കാര്യമാണ് പറയുന്നത്. ഇതിൽ വേറെ ആരും ഒന്നും കരുതണ്ട. ഇത് ഞാൻ പറയുന്നത് ഫാക്റ്റാണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഈ മുഗളന്മാരെയൊക്കെ കുറിച്ച് പഠിക്കുന്നില്ലേ, അതൊക്കെ പകുതിയിലേറെ ബഡായിയും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ നേറ്റീവ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർ എന്ന് പറയുന്നത് പൂർണ്ണമായി ഹിന്ദു ധർമ്മങ്ങളെ, അല്ലെങ്കിൽ അതിനെ മായ്ക്കാൻ ശ്രമിച്ച ഒരു വിഭാഗക്കാരാണ് മുഗൾ ചക്രവർത്തിമാർ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരിടത്തും നമ്മൾ പഠിച്ചിട്ടില്ല. ഈ പറയുന്ന അയോധ്യയിലായാലും വാരണാസിയിലായാലും എല്ലാം നമ്മുടെ ക്ഷേത്രങ്ങളുടെ മുകളിൽ അവരുടെ അത് പള്ളിയാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെയും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതിൻ്റെ കേസ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ശ്രീകൃഷ്ണ ജന്മഭൂമിയായ ഇവിടെയും, അതായത് ഇവിടെ പള്ളി നിർമ്മിച്ചത് ഔറംഗസേബാണ്. ഈ ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെ മുകളിലായിട്ട്, അതായത് നമ്മുടെ കംസൻ്റെ തടവറയുടെ മുകളിലായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു തൊട്ടടുത്തല്ല, ഒരു 6 തടവറയുടെ മുകളിലായിട്ട് ഇവരുടെ പള്ളിയുടെ ആ ഒരു മിനാരോ അതൊക്കെ പണിത് വെച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ. ഒരാളുടെ വിശ്വാസത്തെ തകർത്തിട്ട് അല്ലല്ലോ മറ്റൊരാളുടെ വിശ്വാസം വളർത്തേണ്ടത്. എനിക്ക് എന്തോ അവരോടുള്ള കംപ്ലീറ്റുള്ള റെസ്പെക്റ്റും എനിക്ക് പോയി എന്ന് തന്നെ പറയാം. മുഗളന്മാർ ഒരുപാട് നല്ല കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ പക്ക വർഗീയവാദി ടൈപ്പിലുള്ള ആൾക്കാരായിരുന്നു എന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഇത്രയും യാത്ര ചെയ്ത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ പറയുന്നത്. അവരവരുടെ മതം വളർത്താനൊക്കെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവർ നല്ല കലാകാരന്മാരായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതുപോലെയുള്ള ജസിയ എന്ന് പറയുന്ന ടാക്സും കാര്യങ്ങളൊക്കെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. ജസിയ എന്ന ടാക്സ് എന്താണെന്ന് അറിയാത്തവർ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അറിയുക. അപ്പോൾ എന്തായാലും അവരെക്കുറിച്ചുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെ എനിക്ക് കുറേ മാറിയിട്ട്, ഇവിടെയും അവർ ഇതുപോലെ പോക്കർത്തനം കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് നമ്മൾ പഠിച്ച ചരിത്രമൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ചരിത്രമെന്ന് മനസ്സിലായി. ഈ മധുരയിൽ ഇനിയും ഒരുപാട് സ്ഥലം കാണാനുണ്ട്, പക്ഷേ എനിക്ക് ഒട്ടും സമയമില്ല. ഞാനപ്പോൾ നേരെ ഡൽഹിയിലേക്ക് ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോ പിടിച്ച അവിടെ നിന്ന്
ചിലപ്പം ഇതെല്ലാം പറയാൻ വേണ്ടി കൂടെ ആയിരിക്കാം എന്നെ ഇവിടെ കൊണ്ട് ഇറക്കിയത്, ഇതെല്ലാം കാണാൻ വേണ്ടി കൂടെ ആയിരിക്കാം. ഇന്നും ഇതിൻ്റെ പേരിലും തർക്കം നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ മീഡിയാസൊന്നും ഇതൊന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ ബെസ്റ്റ് ഓഫ് ലക്കിങ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഞാനിപ്പോൾ പോകുന്നത് ഗോവർദ്ധൻ ചൗരാസി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്നാണ് എനിക്ക് ട്രെയിനുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇതൊക്കെ ആരെങ്കിലും കാണുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. കൃഷ്ണനും രാമനും ഇതൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം അത്രയ്ക്ക് കഥകളെല്ലാം പെർഫെക്റ്റ്ലി നാച്ചുറലാണ്. എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കംസൻ്റെ ജയിലാണെങ്കിലും കംസൻ്റെ കൊട്ടാരമാണെങ്കിലും യമുന നദിയാണെങ്കിലും നടന്നതാണെങ്കിലും. എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ രാമനും കൃഷ്ണനും ഒക്കെ മിത്താണെന്ന് പറയുന്നവരോടാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം പോയതാണ്. അപ്പോൾ ഇതെല്ലാം റിലേറ്റഡ് ആണ്. കംസൻ്റെ കൊട്ടാരം ഇതിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. പിന്നെ എല്ലാം നമ്മുടെ കഥകളാണെന്നോ അല്ലെങ്കിൽ എന്ത് വേണോ പറയാം. അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ ചരിത്രമായി മാറിയിട്ടുണ്ട്. നിങ്ങൾ ഒരു നല്ലൊരു കൃഷ്ണഭക്തനോ രാമഭക്തനോ ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വരണം കേട്ടോ. വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ ആരാധിക്കുന്ന ഒരാളുടെ ആൾ ജനിച്ച് വളർന്ന ആ സ്ഥലങ്ങളൊക്കെ കാണുക എന്ന് പറയുന്നതിന് അവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളൊരു ഫീല് നിങ്ങൾ നാട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണേക്കാട്ടി നിങ്ങൾക്കൊരു സംതൃപ്തി അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി തിങ്ങാണ്. വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു വാക്കിന് വിശ്വാസം ഉണ്ടാകാം, ഇല്ലായിരിക്കാം, എല്ലാം ഒരു വിശ്വാസം. അപ്പം വിശ്വസിക്കുന്നവർ പൂർണ്ണമായി വിശ്വസിക്കുക, വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരിക്കുക. എനിക്കൊന്നു ഇതെല്ലാം ഞാനിപ്പോൾ പോയതിനൊക്കെ തെളിവുകളുണ്ട്. അപ്പോൾ എനിക്ക് അവിശ്വാസത്തിന് ഒരു സംഭവമില്ല. അങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വിശ്വസിക്കാനും ആഗ്രഹം അത് തന്നെയാണ്. അപ്പോൾ ഒരു സഞ്ചാരി എന്ന രീതിയിലും പോകാം, ഒരു വിശ്വാസി എന്ന രീതിയിലും ഇതെല്ലാം കാണാം. എങ്ങനെ വേണോ കാണാം. അടിപൊളിയാണ്. വാരണാസിയും അയോധ്യയും താജ്മഹലും പിന്നെ മധുരയും വൃന്ദാവനും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇനി എനിക്ക് ബസ് കയറണം. അപ്പോൾ കൂടുതൽ വീഡിയോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.